Hi, this is me, CASAC BENJALI. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ബിസിനസ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ബിസിനസ്സിനെ എങ്ങനെ അടുത്ത കുറഞ്ഞ വർഷം കൊണ്ട് 100 ഇരട്ടി ഗ്രോത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലത്തെ വീഡിയോസ് ഫോളോ ചെയ്യാനും മറക്കരുത്. ബിക്കോസ് നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ എംപ്ലോയീസിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൂടുതലായിട്ട് എൻഗേജ് ചെയ്യും. കുറച്ച് പോയിന്റുകളാണ് ഞാനിവിടെ ഇന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ടീമിനകത്ത് ഒരു ക്ലിയർ ആയിട്ടുള്ള പ്രിപ്പയർ ക്ലിയർ റിവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ പോളിസി. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫ് നന്നായിട്ട് എന്തിനു പണിയെടുക്കണം. സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും കമ്മീഷൻ ആയിട്ട് റിവാർഡുകൾ കിട്ടും. ഇപ്പം അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ആൾ, അതുപോലെ തന്നെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾ, റിസപ്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾ, അതുപോലെ തന്നെ മോണിറ്ററി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇവര് നമുക്ക് എങ്ങനെ മോണിറ്റർ ചെയ്യാൻ പറ്റും, അവരുടെ പെർഫോമൻസ് നമുക്ക് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ടീം ബിസിനസിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്നാണ്. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എംപ്ലോയി ശമ്പളത്തിന് മാത്രമല്ല വർക്ക് ചെയ്യുന്നത്. ശമ്പളത്തിന് വേണമെങ്കിൽ അവർ മിനിമലായിട്ട് ചെയ്യും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് അവർക്ക് അഭിനന്ദനങ്ങളും അവാർഡുകളും റിവാർഡുകളും ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള താല്പര്യങ്ങൾ അവർക്കുണ്ടാവും. അത് തീർച്ചയായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നതിനും സഹായകരമാണ്. സോ ഈ അവാർഡും റിവാർഡ്സ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടത് ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തിയിട്ടല്ല കൊടുക്കേണ്ടത്. അത് കൊടുക്കേണ്ടത് ഈ സർട്ടിഫിക്കറ്റ്സിന്റെ രൂപത്തിൽ കൊടുക്കണം, ക്യാഷ് ആയിട്ട് കൊടുക്കണം. ഈ വിന്നേഴ്സിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഇയർലിയോ ആയിട്ടുള്ള നിങ്ങളുടെ ആനുവൽ മീറ്റിലോ അല്ലെങ്കിൽ ഡിന്നർ നൈറ്റിലോ അല്ലെങ്കിൽ ക്വാർട്ടർലി ഔട്ട് ഒരു മീറ്റിങ്ങിലൊക്കെ ടോപ്പ് പെർഫോമൻസിന് റിവാർഡ് ചെയ്യാണ് വേണ്ടത്. അതിനൊരു കൃത്യമായിട്ടുള്ള പോളിസിയാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനുവൽ ഫാമിലി അവാർഡ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഡിന്നർ ഫംഗ്ഷനോ നിങ്ങൾ സെറ്റ് ചെയ്യണം നിങ്ങളുടെ സ്ഥാപനത്തിൽ. ആനുവൽ സെലിബ്രേഷൻ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഉണ്ടായിരിക്കണം. അന്ന് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യും. നിങ്ങളുടെ ടീം എല്ലാവരും ഒത്തുചേരുകയും അവരുടെ എൻജോയ്മെന്റും അവർക്ക് മറ്റു പല മേഖലയിലും അവരെ എക്സ്പോസ് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള അവസരങ്ങൾ കൊടുക്കുന്ന ഒരു പരിപാടി. കാരണം അത് തീർച്ചയായിട്ടും ആ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷൻ അപ്പുറത്ത് അവരെ കുറച്ചുകൂടെ സ്ഥാപനത്തിലേക്ക് അടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിരിക്കും. സോ ആനുവൽ സെലിബ്രേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിനെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. മൂന്നാമത്തതാണ് ടീം ഡിന്നേഴ്സ് ആൻഡ് സെലിബ്രേഷൻ. ഡിന്നർ ആൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻസിലേക്ക് ഇപ്പോൾ ഒരാളുടെ ബർത്ത്ഡേ വരികയാണ്. അതുപോലെ തന്നെ ഈ മന്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതലായിട്ട് കഴിഞ്ഞ മാസത്തേക്കാൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തു, ടോട്ടൽ ഗ്രൂപ്പ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. സ്വാഭാവികമായിട്ടും നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യണം. ആ സക്സസ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകൾ റിവാർഡൊക്കെ കൊടുത്ത് എല്ലാവരും അത് സെലിബ്രേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ബർത്ത്ഡേ വരുന്നു അല്ലെങ്കിൽ മന്ത്ലി നമ്മൾ എന്ത് ചെയ്യാം, എല്ലാവരും കൂടെ ബർത്ത്ഡേ ഭാഗമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബർത്ത്ഡേ ആണെങ്കിലും അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അത് മറ്റുള്ളവരിൽ കുറച്ചുകൂടി സ്ഥാപനത്തിൽ നിന്ന് പോകാനും അവർക്ക് കൂടുതൽ താല്പര്യം ജനിപ്പിക്കുന്ന ഒന്നായിട്ട് മാറും. പിന്നെയോ ഇൻസെന്റീവ് സ്ട്രക്ചർ ക്ലിയർ ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യണം. അതായത് ഓരോരുത്തരും ഈ നോൺ റവന്യൂ സ്റ്റാഫിനടക്കം സെറ്റ് ചെയ്യണം. അതായത് ഇൻസെന്റീവ് സ്ട്രക്ചർ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ, സ്ഥാപനത്തിന്റെ ഗ്രോത്തിൽ ഓരോരുത്തർക്കും സർട്ടൻ ഇൻസെന്റീവ്സ് നിങ്ങൾ കൊടുക്കുക. റവന്യൂ ബേസ്ഡ് നിങ്ങൾക്ക് അവർക്ക് ഇൻസെന്റീവ് കൊടുക്കുന്നത്, സ്ഥാപനത്തിന്റെ ടോട്ടൽ ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും പ്രൊപ്പോർഷനായിട്ട് എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ടോ അതിനനുസരിച്ച് ഇൻസെന്റീവ് സ്ട്രക്ചർ ക്ലിയർ എന്നത് അവരെ കൂടുതൽ നിങ്ങളുടെ സ്ഥാപനത്തെ അടുപ്പിക്കാനും എൻഗേജ് ചെയ്യിപ്പിക്കാനും പ്രധാനമായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. അഞ്ചാമത് നിങ്ങളുടെ ടീമിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ മെഡിക്ലെയിം, ലൈഫ് ഇൻഷുറൻസ് പോലുള്ള ആക്സിഡന്റ് പോളിസികൾ പോലുള്ള ഇൻഷുറൻസ് കവറേജുകൾ നിങ്ങളുടെ സ്റ്റാഫിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ ഒരു ബെനിഫിറ്റുകളായിട്ട് കൊടുക്കും. ഇൻഷുറൻസ് പോളിസീസ് ആൻഡ് ഇൻഷുറൻസ് കവറേജുകൾ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കും. കാരണം എൻ്റെ ഹെൽത്ത് എൻ്റെ കമ്പനിയുടെ കൂടെ കൺസേൺ ആണ്, എൻ്റെ ഫാമിലിയുടെ ഹെൽത്ത് എൻ്റെ കമ്പനിയുടെ കൺസേൺ ആണ്. തീർച്ചയായിട്ടും അതെന്താവും, അവരുടെ കൂടെ നിൽക്കാനും നിങ്ങളുടെ കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രേരണയെ വർദ്ധിപ്പിക്കും. ഇനി ആറാമത്തെ കാര്യം എന്ന് വെച്ചാൽ ക്വാർട്ടർലി ഒരു നിങ്ങൾ ആനുവൽ ട്രിപ്പുകളാണ്. അപ്പോൾ ആനുവലും അതുപോലെ തന്നെ ക്വാർട്ടർലിക്കുള്ള ട്രിപ്പുകളാണ്. സോ അറ്റ്ലീസ്റ്റ് 6 മന്തിനുള്ളിലെങ്കിൽ നിങ്ങളൊരു 1 ഡേ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യണം. 1 ഡേ ട്രിപ്പ് ഇൻ എവറി 6 മന്ത്. അതുപോലെ തന്നെ ഒരു ആനുവൽ ട്രിപ്പ്. ഇതെല്ലാവരും വളരെ രസകരമായിട്ട് 1-2 ദിവസം ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് എൻജോയ് ചെയ്ത് വരുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയ ടീം ആകുമ്പോഴൊന്നും ഇത് പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ ചെറിയ ടീം ആകുമ്പോഴേ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ലെവലൊക്കെ നമ്മൾ അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ നിൽക്കുന്ന ടീം എപ്പോഴും
നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാൻ ശ്രമിക്കും, വിട്ടുപോകാൻ ശ്രമിക്കില്ല. അപ്പം നല്ല ടാലന്റഡ് ആയിട്ടുള്ള നല്ല കഴിവുള്ളവന്മാർ നമ്മളെ വിട്ടു പോകത്തില്ല. സോ നിങ്ങളുടെ ടീമിനെ ഇതുപോലെ നിങ്ങൾക്ക് കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ കൂടുതലുണ്ട്, പക്ഷെ വളരെ കുറഞ്ഞ പോയിന്റുകൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളൂ. സോ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ധാരാളം ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഇനിയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, അടുത്ത ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ 100 ഇരട്ടി ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടോ? അതായത് 5 കോടി ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അടുത്ത 3 മുതൽ 5 വർഷം കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് 500 കോടി ടേൺ ഓവറിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടോ? അനി അതല്ല, നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം, എങ്ങനെ മാർക്കറ്റിംഗ് പ്ലാൻ സെറ്റ് ചെയ്യണം, എങ്ങനെ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കണം, എങ്ങനെ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയും എങ്ങനെ ബിസിനസ് ലോഞ്ച് ചെയ്യണം, എങ്ങനെയാണ് ടീം ബിൽഡ് ചെയ്യേണ്ടത്, എവിടെയാണ് ലൊക്കേഷൻ, ഏതാണ് റൈറ്റ് പ്രോഡക്റ്റ്, എങ്ങനെയാണ് കസ്റ്റമറിലേക്ക് പൊസിഷൻ ചെയ്യേണ്ടത്, മാർക്കറ്റിംഗ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കണം എന്ന് ആലോചിക്കുന്ന സ്റ്റാർട്ടപ്പ് ലെവലിലുള്ള ആളാണോ? 5 കോടിക്ക് മേളിലുള്ള ഒരു ബിസിനസ്സുകാരനാണെങ്കിലും സ്റ്റാർട്ടപ്പ് ലെവലിലോ ഇടത്തരം 5 കോടിക്ക് താഴെയോ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള 2 വ്യത്യസ്ത കോച്ചിങ് പ്രോഗ്രാം, 5 കോടിക്ക് മേളിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് 500 കോടിയിലേക്ക് അടുത്ത 3 വർഷം കൊണ്ട് ബിസിനസ്സിൽ എത്തിക്കാൻ ആവശ്യമായ സിസ്റ്റം, സ്ട്രാറ്റജി, ടെക്നോളജി, ടീം ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കോച്ചിങ് പ്രോഗ്രാം, ഇൻഡിവിജ്വൽ അല്ല, ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് തുടങ്ങാൻ പോകുന്ന സ്റ്റാർട്ടപ്പ് ലെവലിലുള്ള ആളുകൾക്ക് അവരെ ബിസിനസ് തുടങ്ങി അടുത്ത 5 വർഷം കൊണ്ട് 100 കോടിയിലേക്ക് ബിസിനസ് എത്താൻ ആവശ്യമായിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാമാണ് ഞങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന കോച്ചിങ് പ്രോഗ്രാം. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നു. ദിസ് ഇസ് മീ, ഖസാക് ബെഞ്ചാലി, ദ ബിസിനസ് കോച്ച്.